നിങ്ങൾ ഓർക്കണം, പ്രീമിയർ ലീഗിൽ 15ഉം 16ഉം സ്ഥാനത്തുള്ള രണ്ട് ടീമുകൾ തമ്മിൽ യൂറോപ്പ ലീഗിൻ്റെ ഫൈനൽ കളിക്കുന്നു. എന്നിട്ട് ഒരു ടീം അടുത്ത വർഷത്തെ ചാമ്പ്യൻസ് ലീഗിൽ പങ്കെടുക്കാൻ പോകുന്നു. ഇത് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കോമഡിയാണ്, പക്ഷേ ഇതാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇന്ന് ഓൾഡ് ട്രാഫോർഡിൽ യുണൈറ്റഡും അത്ലറ്റിക് ബിൽബാവും തമ്മിൽ നടന്ന മത്സരം നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഈ ഒരു മത്സരം ശരിക്കും യുണൈറ്റഡിനെ സംബന്ധിച്ച് 3 ഗോളിൻ്റെ ഡെഫിസിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയും ഒരു സമനില അല്ലെങ്കിൽ ഒരു ഗോളിൻ്റെ ജയം ഒക്കെ മതി, എങ്ങനെയും തട്ടിമുട്ടി ജയിച്ച് ഫൈനലിൽ എത്തുക എന്നുള്ളതായിരുന്നു യുണൈറ്റഡിൻ്റെ ഒരു എയിം. അത് നമ്മൾ ഗെയിമിൽ ഫസ്റ്റ് ഹാഫിൽ ശരിക്കും കണ്ടു. അത്ലറ്റിക് ബിൽബാവോ എന്ന് പറയുന്ന ടീം അവർ ഫുൾ ഓൺ അഗ്രഷനിൽ എങ്ങനെയും മാച്ച് ജയിക്കണം എന്നുള്ള ആ ഒരു അഗ്രഷൻ പിച്ചിൽ കാണിക്കുന്നു. അവർ പ്രോപ്പർ ഫുട്ബോൾ കളിക്കുന്നുണ്ടായിരുന്നു. നമ്മളെന്ന് പറയുന്നത്, യുണൈറ്റഡ് എന്ന് പറയുന്ന ടീം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ആയിരുന്നു. വിരസത അല്ലെങ്കിൽ വെറുപ്പിക്കൽ മത്സരമായിരുന്നു ആ ഒരു ഫസ്റ്റ് ഹാഫിൽ നടന്നത്. അപ്പോൾ ഇതൊക്കെ കാണിച്ചു. അവർ ഭയങ്കര അഗ്രസീവായിട്ട് കളിക്കുന്നു, അവർ പൊസഷൻ കൂടുതൽ കീപ്പ് ചെയ്ത് കളിക്കുന്നു, നമ്മുടെ ഫൈനൽ തേർഡിൽ കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് നടത്തുന്നു, അങ്ങനെ അവർ ഗോൾ അടിക്കുന്നു. എന്നിരുന്നാലും നല്ല ചാൻസസ് ആ ഒരു ഫസ്റ്റ് ഹാഫിൽ ക്രിയേറ്റ് ചെയ്തത് നമ്മുടെ ടീമാണ്. ഗർനാച്ചോയുടെ 2 ചാൻസ് നിങ്ങൾ നോക്കുക. ഗർനാച്ചോയുടെ 2 ചാൻസിൽ ഒരു ചാൻസെങ്കിലും ഗർനാച്ചോയ്ക്ക് സ്കോർ ചെയ്യാമായിരുന്നു. ആ ഒരു ആദ്യത്തെ ചാൻസ് നോക്കിയാൽ ബ്രൂണോ ഫെർണാണ്ടസ് കൊടുത്ത ആ ഒരു ബോൾ, ത്രൂ ബോൾ, അതിൽ ഗർനാച്ചോയുടെ ഫസ്റ്റ് ടച്ച് മോശമായിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു ചാൻസ് കളഞ്ഞ് പിന്നെ ഡോർഗു ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത ആ ഒരു ത്രൂ ബോൾ, അതിൽ ഗർനാച്ചോയ്ക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. കാരണം എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. ആ ഒരു 1v1 ഗോൾ കീപ്പറുമായിട്ട് വന്ന സമയത്ത് ഗർനാച്ചോയ്ക്ക് പുഷ്പം പോലെ അത് ഫിനിഷ് ചെയ്യാമായിരുന്നു. പക്ഷേ ഗർനാച്ചോ ഫിനിഷ് ചെയ്തില്ല. ശരിക്കും എനിക്ക് കണ്ടപ്പോഴത്തേനും നല്ല ദേഷ്യം. നമ്മളെ ഫൈനൽ തേർഡിൽ അല്ലെങ്കിൽ ഗോൾ സ്കോറിംഗ് ആണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന എല്ലാ മത്സരവും ഓരോ മത്സരം കഴിയുമ്പോഴും അത് പ്രൂവ് ആകുന്നുണ്ട്. ഇപ്പോൾ ഗർനാച്ചോ പോണക്കത്തെ ഒരു പ്ലെയർ, അല്ലെങ്കിൽ എന്നാ പറയുന്നത്, വെൽ ഫിനിഷ്ഡ് അല്ലാത്ത ഒരു പ്ലെയർ ഈ ഒരു ഫസ്റ്റ് ടീമിൽ കളിക്കുന്നത്, അത് ഗർനാച്ചോയെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഗർനാച്ചോ എന്ന് പറയുന്ന ആ ഒരു യങ് പ്ലെയറിനെ ഒരിക്കലും യുണൈറ്റഡ് പോണക്ക് ഇത്രയും വലിയ ടീമിൽ ഇത്രയും പ്രഷറിൽ കളിച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഗെയിം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇമ്പ്രൂവ് ആകത്തില്ല. ഇപ്പം ഫസ്റ്റ് ഗർനാച്ചോ യുണൈറ്റഡിൽ വന്ന സമയവും ഇപ്പോഴും തമ്മിൽ നോക്കിയാൽ ഗർനാച്ചോയുടെ ഗെയിമിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു ഫാസ്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് നടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ നടക്കാത്തതിൻ്റെ മെയിൻ കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് യുണൈറ്റഡിലെ ഒരു പ്രഷറാണ്. ഗർനാച്ചോയ്ക്ക് മുന്നിൽ ആ ഒരു പൊസിഷനിൽ ആ ഒരു ലെഫ്റ്റ് ഇൻറ്റീരിയർ ആയിട്ടൊക്കെ കളിക്കുക, അല്ലെങ്കിൽ ആ ഒരു ലെഫ്റ്റ് നമ്പർ 10 ആയിട്ടൊക്കെ കളിക്കുന്ന ഒരു പ്രോപ്പർ നല്ലൊരു പ്രൂവൺ പ്ലെയർ നമുക്ക് വേണം. ഗർനാച്ചോയുടെ മുമ്പിൽ എപ്പോഴും ആ ഒരു പ്രൂവൺ പ്ലെയർ ഉണ്ടെങ്കിൽ മാത്രമേ ഗർനാച്ചോയ്ക്ക് പ്രോപ്പറായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴും ഗർനാച്ചോയുടെ ഒരു ലെവൽ എന്ന് പറയുന്നത്, ഗർനാച്ചോയ്ക്ക് ആ ഒരു സെക്കൻഡ് ഹാഫിലൊക്കെ ഒരു 60-65 മിനിറ്റിലൊക്കെ ആ ഒരു ഇമ്പാക്റ്റ് സബ്ബായിട്ട് വന്നിട്ട് കളിക്കുക എന്നുള്ളതാണ് ഗർനാച്ചോയ്ക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ വന്നു കഴിഞ്ഞാൽ ഗർനാച്ചോ ഗെയിമിനെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചാൻസസ് ഒക്കെ മിസ് ചെയ്യുമ്പോൾ ഒരിക്കലും ഗർനാച്ചോ നമുക്ക് കുറ്റം പറയാൻ വേണ്ടി പറ്റത്തില്ല. പിന്നെ നമ്മൾ സെക്കൻഡ് ഹാഫ് നോക്കിയാലും ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ യുണൈറ്റഡിൻ്റെ പ്ലേയേഴ്സ് ആയതുകൊണ്ട് ഉറക്ക ഗുളിക കഴിച്ചിട്ട് വന്ന് കളിക്കുന്ന ഒരു രീതിയാണ് എനിക്ക് തോന്നി. കാരണം അത്ലറ്റിക് ബിൽബാവോ എന്ന് പറയുന്ന പ്ലേയേഴ്സിൻ്റെ ഇൻറ്റൻസിറ്റി ലെവലും കാര്യങ്ങളും ഫസ്റ്റ് ഹാഫിൻ്റെ ഇരട്ടി ഇൻറ്റൻസിറ്റിയും കാര്യങ്ങളുമാണ് അവർ പിച്ചിൽ ഷോക്കേസ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അറ്റാക്സും കാര്യങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് വരുന്നു. ക്രോസസുകൾ യുണൈറ്റഡിൻ്റെ ബോക്സസിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു ഗോളും കൂടെ വന്നിരുന്നെങ്കിലുണ്ടല്ലോ, 3-2 എന്ന് പറയുന്ന ഒരു പൊസിഷനിലോട്ട് ഗെയിം പോയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവന്മാർ ഇത് ബോട്ടിൽ ചെയ്തേനെ. പക്ഷേ അത് സംഭവിച്ചില്ല. കറക്റ്റ് 61ാമത്തെ മിനിറ്റിൽ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുന്നു. അമാദ്, ലൂക്ക് ഷോ, മൗണ്ട്. ഇപ്പോൾ ഈ 3 പേര് വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗെയിം നമ്മുടെ ടീം കുറേ കൂടെ ബാലൻസ്ഡ് ആയിട്ട് എനിക്ക് നമ്മുടെ ടീം കുറേ കൂടെ ബാലൻസ്ഡ് ആയിട്ട് തോന്നി. നമ്മുടെ ടീം പ്രോപ്പറായിട്ട് ആ ഒരു പ്രോപ്പർ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി തുടങ്ങി എന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 പേരിലും എനിക്ക് അമാദിൻ്റെ ഗെയിമാണ് അല്ലെങ്കിൽ അമാദാണ് ഏറ്റവും ഇൻഫ്ലുവൻഷ്യലായിട്ട് എനിക്ക് തോന്നിയത്. ആ ഒരു റൈറ്റ് സൈഡ് ശരിക്കും പറഞ്ഞാൽ പുള്ളി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഫൈനൽ തേർഡിൽ നമ്മൾ നല്ല രീതിയിൽ ബോൾ ക്യാരി ചെയ്ത് ഫൈനൽ തേർഡിലേക്ക് എത്തുന്നു, കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്സ് നടത്താൻ തുടങ്ങി. ശരിക്കും അമാദിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണെന്നാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയത്. പക്ഷേ ഗോൾ അടിച്ചില്ല. അമാദ് ഇന്നത്തെ മാച്ചിൽ ഗോളൊന്നും അടിച്ചിട്ടില്ല. ഒരു അസിസ്റ്റ് അമാദിന് ഒരു അസിസ്റ്റ് ഉണ്ട്, പക്ഷേ ഗോൾ അടിച്ചിട്ടില്ല. അപ്പോൾ ഈ പ്ലേയേഴ്സ് എല്ലാം വന്നിട്ട് നമ്മുടെ ടീം സെറ്റായിട്ട് ആ ഒരു ബാലൻസ്ഡ് ആയിട്ട് കളിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫൈനൽ തേർഡിൽ ഈ ഒരു ടീം ആയിരിക്കണം നമുക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകേണ്ടത്, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ ഒരു ടീം ആയിരിക്കണം എന്നെനിക്ക് തോന്നി. കാരണം അങ്ങനെ ബാലൻസ്ഡ് ആണ്. കാരണം നമ്മുടെ ബ്രൂണോ ആ ഒരു റൈറ്റ് നമ്പർ 10 റോളിൽ നിന്ന് നമ്പർ 8 ആയിട്ട് കസമേറോയുടെ കൂട്ടത്തിൽ സ്റ്റേ ബാക്ക് ചെയ്യുന്നു. ലെഫ്റ്റ് ഇൻറ്റീരിയറായിട്ട് മൗണ്ട് കളിക്കുന്നു, റൈറ്റ് ഇൻറ്റീരിയറായിട്ട് അമാദ് കളിക്കുന്നു. അപ്പോൾ ആ ഒരു സംഭവം, അത്രയും മാറ്റങ്ങൾ. ലൂക്ക് ഷോ ലെഫ്റ്റ് വിങ് ബാക്കായിട്ട് റൈറ്റ് വിങ് ബാക്കായിട്ട് ഡോർഗു വരുന്നു. അപ്പോൾ അങ്ങനെ
അത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ വെൽ ബാലൻസ്ഡ് ടീമായിട്ട് എനിക്ക് തോന്നി യുണൈറ്റഡിന് ആ ഒരു സമയത്ത്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു ടീം തന്നെ നമ്മുടെ ഫൈനലിൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം നമ്മുടെ ഗോളടി തുടങ്ങിയത് മൗണ്ട് മച്ചാനാണ്. മൗണ്ട് ഈ ഒരു മത്സരത്തിൽ മൗണ്ടിന് 2 ഗോളുകളുണ്ട്. അപ്പോൾ 2 ഗോളുകളിൽ ആദ്യത്തെ ഗോൾ നോക്കിയാൽ മൗണ്ടിനേക്കാളും എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ലെനി യോറോയുടെ കാര്യം. കാരണം ലെനി യോറോ എന്ന് പറയുന്ന ഡിഫൻഡർ നമ്മൾ എപ്പോഴും നമ്മൾ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ബോൾ പ്രോപ്പറായിട്ട് ക്യാരി ചെയ്ത് ഫൈനൽ തേർഡിലേക്ക് എത്തിക്കുന്ന ഒരു പരിപാടിയിൽ നമ്മുടെ മിഡ്ഫീൽഡേഴ്സ് അല്ലെങ്കിൽ ഡിഫൻഡേഴ്സ് അറ്റാക്കിംഗ് പ്ലേയേഴ്സ് എല്ലാവരും ഭയങ്കര മോശമാണ്. അങ്ങനെ നല്ല ബോൾ ക്യാരിയേഴ്സ് നമുക്ക് കുറവാണ്. പക്ഷേ ലെനി യോറോ എന്ന് പറയുന്ന ഡിഫൻഡറിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ ആ ഒരു ബോൾ ക്യാരിയിങ് എബിലിറ്റി ഉണ്ട് എന്നുള്ളത് ഇന്നത്തെ മത്സരത്തിൽ രണ്ട് ഗോളുകളുടെ സമയത്ത്, മേസൺ മൗണ്ടിൻ്റെ ആദ്യത്തെ ഗോളിൻ്റെ സമയത്തും അതുപോലെ തന്നെ ഹോലൻഡിൻ്റെ ആ ഒരു ഗോളിൻ്റെ സമയത്തും ശരിക്കും നമ്മൾ ആ ഒരു ലെനി യോറോയുടെ ബോൾ ക്യാരിയിങ് എബിലിറ്റി നല്ല രീതിയിൽ കണ്ടു. അപ്പം ലെനി യോറോ എന്ന് പറയുന്ന പ്ലെയറിനെ പലരും ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ലെനി യോറോ എന്ന് പറയുന്ന പ്ലെയർ ഇത്ര യങ് ആയിട്ടുള്ള പ്ലെയറാണ്. പുള്ളി വേറൊരു ലീഗിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഒരു മാനേജറിൻ്റെ അണ്ടറിൽ കുറച്ച് മത്സരങ്ങൾ കളിക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് ഇഞ്ചുറി വരുന്നു, പിന്നെ പുതിയ മാനേജറിൻ്റെ കൂട്ടത്തിൽ വരുന്നു, ബാക്ക് 3 എന്ന് പറയുന്ന പുതിയ സാധനത്തിലേക്ക് പുള്ളി വരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളിലൂടെ ഈ ഒരു യങ് പ്ലെയർ കടന്നു വന്നു. ഇപ്പം കുറച്ചുകൂടെ കൺസിസ്റ്റൻ്റായിട്ട് പുള്ളിക്ക് ഗെയിം ടൈം കിട്ടുന്നു, കുറേ കൂടെ ഫെമിലിയർ ആകുന്നു. ആ ഒരു പുതിയ കോച്ചിൻ്റെ സിസ്റ്റം, ബാക്ക് 3 അങ്ങനത്തെ കാര്യങ്ങളുമായിട്ട് കുറേ കൂടെ ഫെമിലിയർ ആകുന്നു. എനിക്കൊന്ന് കുറേ കൂടെ ഒരു പ്രഷർ ഇല്ലാതെ കുറേ കൂടെ ആ ഒരു ഫ്രീഡം കിട്ടുകയാണെങ്കിൽ ഈ ഒരു പ്ലെയറിനെ ഡിഫെൻസീവ്ലി മാത്രമല്ല നമുക്ക് ഒഫെൻസീവ്ലി ബോൾ ക്യാരിങ് എബിലിറ്റിക്കും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം നമുക്ക് ലിസാൻഡ്രോ മാർട്ടിനസ് എന്ന് പറയുന്ന ആ ഒരു പ്ലെയർ ഇല്ല. നല്ലൊരു ബോൾ ക്യാരിങ് അല്ലെങ്കിൽ എന്നാ പറയുന്നത് എബിലിറ്റി ഓൺ ദ ബോൾ നല്ല ഏബിൾ ആയിട്ടുള്ള ഒരു ലിസാൻഡ്രോ മാർട്ടിനസ് ഇല്ലാത്തപ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്ലെയർ ഭാവിയിൽ നമ്മുടെ ഒരു ഡിഫൻസിൻ്റെ ഒരു ലീഡറായിട്ട് മാറും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ, പുള്ളിയുടെ ഇപ്പോഴത്തെ ഈ ഒരു പൊട്ടൻഷ്യൽ കണ്ടിട്ട്. പിന്നെ മേസൺ മൗണ്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, മേസൺ മൗണ്ട് ഇന്ന് 2 ഗോൾ അടിച്ചു. ഇപ്പം മേസൺ മൗണ്ട് ശരിക്കും യുണൈറ്റഡിൻ്റെ ആ ഒരു ഷട്ടിൽ മേസൺ മൗണ്ടിൻ്റെ ബെസ്റ്റ് ഗെയിം ആയിരുന്നു ഇന്നത്തെ ഗെയിം, അൺഡൗട്ടഡ്ലി ബെസ്റ്റ് ഗെയിം ആയിരുന്നു. അപ്പോൾ പുള്ളി 2 ഗോൾ സ്കോർ ചെയ്യുന്നു, പുള്ളിയുടെ വർക്ക് റേറ്റ്, പുള്ളിയുടെ ഗോൾ സ്കോറിങ്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫൈനലിൽ അല്ലെങ്കിൽ യൂറോപ്പ ലീഗിൻ്റെ ഫൈനലിൽ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യണം. ഇത് നല്ല രീതിയിൽ എഫക്റ്റ് ആകും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. പിന്നെ നമ്മുടെ ഗോൾ സ്കോറർ എന്ന് പറയുന്നത് കസമീറോ ആണ്. കസമീറോ എന്ന് പറയുന്ന പ്ലെയറിനെ നമ്മളെല്ലാവരും എഴുതി തള്ളിയതാണ്. പലരും കസമീറോയെക്കുറിച്ച് പറയുമായിരുന്നു ലീവ് ഫുട്ബോൾ ബിഫോർ ഫുട്ബോൾ ലീവ്സ് യു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിയെ കളിയാക്കുമായിരുന്നു. സൗദി പോയി കളിയുടെ ആ രീതിയിൽ, അല്ലെങ്കിൽ അമോറിൻ തന്നെ പുള്ളിയുടെ സിസ്റ്റത്തിന് പറ്റിയ കളിക്കാരനല്ല എന്നുള്ള രീതിയിൽ അമോറിൻ തന്നെ ഹിൻസ് കസമീറോയെക്കുറിച്ച് തരുമായിരുന്നു. പക്ഷേ ചാമ്പ്യൻ പ്ലെയറാണ് കസമീറോ. അത്ര ആ ഒരു മെൻറ്റാലിറ്റി കസമീറോയ്ക്കുണ്ട്. ഈ കസമീറോയ്ക്കും മഗ്വയറിനും ഒക്കെയുള്ള ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ടല്ലോ, ആ ഒരു മെൻറ്റാലിറ്റിയാണ് ഈ സാൻജോയ്ക്കും നമ്മുടെ റാഷ്ഫോർഡിനും അങ്ങനത്തെ പ്ലെയേഴ്സിനൊന്നും ഇല്ലാത്തത്. അപ്പം യുണൈറ്റഡ് പോണക്കത്തെ ഒരു ടീം അല്ലെങ്കിൽ വലിയ ചാമ്പ്യൻ ടീമുകളിൽ അല്ലെങ്കിൽ വലിയ ടീമുകളിലൊക്കെ ത്രൈവ് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ മെൻറ്റാലിറ്റിയുള്ള പ്ലെയേഴ്സ് നമുക്ക് വേണം. അപ്പോൾ ആ ഒരു കസമീറോയുടെ എബിലിറ്റി എന്ന് പറയുന്നത്, കസമീറോയുടെ ബോൾ പ്ലേയിങ് എബിലിറ്റി, ഡിഫെൻഡിങ് എബിലിറ്റി, ഗോൾ സ്കോറിങ് എബിലിറ്റി, ഇതൊക്കെ ഇന്നത്തെ മാച്ചിൽ കണ്ടു. കുറച്ച് ഡിഫെൻസീവ്ലി ഇടയ്ക്കൊക്കെ ബോൾ ലൂസ് ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ പുള്ളി അത് കവറപ്പ് ചെയ്യുന്ന രീതിയിൽ പുള്ളി അത് കഴിയുമ്പോഴത്തേനും പെർഫോം ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി പുള്ളിയുടെ സ്വിച്ചസുകൾ, കോമ്പിനേഷൻസ്, എന്ത് പറയാനായിട്ടാണ്. പിന്നെ നമ്മുടെ ലാസ്റ്റ് ഗോൾ സ്കോറർ എന്ന് പറയുന്നത് ഹോയിലൻഡാണ്. പക്ഷേ ഹോയിലൻഡിൻ്റെ ഇന്നത്തെ ഓവറോൾ ഗെയിം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ഹോയിലൻഡ് ഒരിക്കലും പലപ്പോഴും ഇപ്പോൾ ഗർണാച്ചോ നമ്മൾ കുറ്റം പറയുന്നുണ്ടല്ലോ, ഗർണാച്ചോ ആ ഒരു കറക്റ്റായിട്ട് ഫിനിഷ് ചെയ്യുന്നില്ല. പക്ഷേ ഗർണാച്ചോ ത്രൂ ബോൾസ് കിട്ടുമ്പോൾ അതിൻ്റെ എൻഡിൽ എപ്പോഴും ഗർണാച്ചോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഹോയിലൻഡിനെ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ പ്രോപ്പറായിട്ടുള്ള അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്നിലും ഹോയിലൻഡിനെ കൺസിസ്റ്റൻ്റായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഓപ്പർച്യൂണിറ്റി വന്നു, അതിൽ ഗോൾ സ്കോർ ചെയ്തു. എനിക്ക് ഭയങ്കര സന്തോഷം. പുള്ളിക്ക് ആ ഒരു കോൺഫിഡൻസിൽ പുള്ളിക്ക് നല്ല രീതിയിൽ കളിക്കാൻ പറ്റട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ പുള്ളി ഭയങ്കര ഡിസപ്പോയിൻമെൻറ്റ് തന്നെയാണ്. പുള്ളിക്ക് ലോങ് ബോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഹോൾഡപ്പ് ചെയ്യാനോ ലിങ്കപ്പ് ചെയ്യാനോ ലേ ഓഫ് ചെയ്യാനോ ഇതൊന്നും പുള്ളിക്ക് അറിയത്തില്ല. അല്ലെങ്കിൽ ഇത് പുള്ളി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അത് ഓപ്പോസിഷന് കുറേ കൂടെ ഗുണം ചെയ്യുന്ന രീതിയിലാണ് ഹോയിലൻഡ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഹോയിലൻഡിൻ്റെ ഗെയിം മാത്രമാണ് എനിക്ക് ഇന്നത്തെ ഏറ്റവും വലിയ ഡിസപ്പോയിൻമെൻ്റായിട്ട് എനിക്ക് തോന്നി, ഈവൻ ഗോൾ സ്കോർ ചെയ്തിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഇന്നത്തെ മാച്ചിനെ പറ്റി പറയാനുള്ളത്. കുറേ നാളായി വീഡിയോ ചെയ്തിട്ട്, ഏകദേശം 4 മാസത്തോളമായി ഞാൻ വീഡിയോ ചെയ്തിട്ട്. കുറേ പരിപാടികളുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ രണ്ടാമതും ഒരു വൈവ് തന്തയായി മാറി. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന് കുവൈറ്റിലോട്ട് ഷിഫ്റ്റായി. കുറേ മത്സരങ്ങൾ ഞാൻ കണ്ടില്ല. ശരിക്കും ഞാൻ മര്യാദയ്ക്ക് മത്സരം കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് റിവ്യൂ ചെയ്യാഞ്ഞത്. അപ്പം ഇനി മുന്നോട്ട് നമുക്ക് റിവ്യൂ ഒക്കെ ചെയ്ത് പഴയ പോലെ തകർക്കാം. ഗ്ലോറി.